മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും ദൗത്യം നിർവഹിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന് സഹായകമാകുന്ന പ്രവർത്തനമാണ് നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ചെലഞ്ഞിച്ചാലിലാണ് 5 സെന്റ് സ്ഥലത്ത് 850 ചതുരശ്ര അടി വിസ്തീർണമുള്ള 6 വീടുകൾ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള നിർമ്മിച്ചു നൽകിയത്. വീടുകളുടെ താക്കോൽദാനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘടന നടത്തിയതെന്നും സംസ്ഥാന സർക്കാർ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ വീടുകളും നൽകുന്നത് അനുഗ്രഹീതമായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും ദൗത്യം നിർവഹിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന് സഹായകമാകുന്ന പ്രവർത്തനമാണ് സംഘടന നടത്തിയത്. ഇത് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. വർക്ക്ഷോപ്പ് അസോസിയേഷൻകാർ ഇപ്പോൾ കൽപ്പറ്റയിൽ ആറ് വീട് നിർമ്മിച്ചു കൊടുത്ത ഏറ്റവും ഭംഗിയായ ഒരു പ്രവൃത്തി. അവരുടെ സ്വന്തം പണം കൊണ്ട് 30 സെന്റ് സ്ഥലം വാങ്ങി 6 വീടുകൾ ഞാൻ പോയി കണ്ടിരുന്നു. വളരെ ഭംഗിയായി മനോഹരമായ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്ത വർക്ക്ഷോപ്പ് അസോസിയേഷൻകാരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സംസ്ഥാനത്ത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തത്. ഓരോ വീടിനും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1.5 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഒരു നില കൂടി പണിയാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. സംഘടനയുടെ അംഗങ്ങളിൽ നിന്ന് പിരിവെടുത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. കൈരളി ന്യൂസ്, വയനാട്.